പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G2000 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എങ്ങനെ ഇങ്ക് റീഫിൽ ചെയ്യാം, എങ്ങനെ സ്കാൻ ചെയ്യാം, എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം, എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 1. പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ ടെക്നീഷ്യൻ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തു തരും. എങ്കിൽ മാത്രമേ വാറണ്ടി കാര്യങ്ങളെല്ലാം കറക്റ്റ് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും പ്രിന്ററിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ഗുഡ് A4 ഷീറ്റ് 80 GSMൻ്റെ പേപ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാലാമത്തെ കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിന്റർ ഓഫ് ചെയ്യുന്ന സമയത്ത് പ്രിന്ററിൽ കാണുന്ന പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിന്ററിൻ്റെ ഫ്രണ്ട് പാനിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടണുകൾ കാണാൻ കഴിയും. ഇതിൽ ആദ്യത്തെ ബട്ടൺ പവർ ബട്ടണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ചെയ്യാനും ഉപയോഗിക്കുന്ന ബട്ടണാണിത്. മസ്റ്റായിട്ട് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഓൺ ചെയ്യാനും പിന്നെ അത് തന്നെ വേണ്ടത്. പിന്നെ അതിൻ്റെ താഴെ കാണിക്കുന്നത് 2 വാർണിംഗ് എറർ ഇൻഡിക്കേഷൻസ് ആണ്. അതിന് താഴെ കാണുന്നത് സ്റ്റോപ്പ് ബട്ടണാണ്. നിങ്ങൾ പ്രിന്റ് ചെയ്യുന്നതിടയിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ബട്ടണാണത്. പിന്നെ ഈ 2 ബട്ടൺ ഫോട്ടോസ്റ്റാറ്റ് ബട്ടണാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ്, കളർ ഫോട്ടോസ്റ്റാറ്റ് ഉപയോഗിക്കാവുന്ന ബട്ടണാണ്. ഇങ്ക് റീഫില്ലിംഗ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ, ആ ലെവലിൽ എത്തുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഇങ്ക് റീഫിൽ ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് ഒരിക്കലും പോകരുത്. ഇങ്ക് റീഫില്ലിംഗ് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ. ജസ്റ്റ് സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് 45 ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലോക്കായി നിൽക്കും. ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ കളറിൻ്റെ ടാങ്കുമാണ് വരുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് കണ്ടില്ലേ, ഇതേപോലെ ബോട്ടിൽ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ മെത്തേഡാണ്. അതിന് നിങ്ങൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഫില്ലായി കഴിഞ്ഞാൽ ഇതേപോലെ ഡോറിൻ്റെ ലോക്ക് ആക്കുക. ശേഷം ഈ കളറാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സിയാന്, മജന്ത, യെല്ലോ അങ്ങനെ 3 ടാങ്കാണ് വരുന്നത്. അപ്പം സിയാനാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ബോട്ടിലെടുക്കുക. അതിലോട്ട് ജസ്റ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ വാറണ്ടി കട്ടാകും മാത്രമല്ല നിങ്ങളെ പ്രിൻ്റ് ഔട്ടിൻ്റെ ക്ലിയർ തന്നെ ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി മജന്ത ഇങ്ക് ഫില്ല് ചെയ്യാനും നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് സിമ്പിളാണ്. മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ക് ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലാവും. ഈ യെല്ലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡോറിൻ്റെ ലോക്ക് ആക്കുക. എന്നിട്ട് ഈ സ്കാനർ മോഡിൽ ഇതേപോലെ ക്ലോസ് ചെയ്യണം. ഈ മോഡൽ പ്രിൻ്ററിന് ഒറ്റ വഴിയിലൂടെ മാത്രമേ പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പിറകുവശത്തുള്ള ഈ ട്രേ മാത്രമേ വരുന്നുള്ളൂ. നല്ല ഗുഡ് A4 80 GSM പേപ്പർ മാത്രമേ കഴിയുന്നത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പേപ്പർ ജാം ഒരിക്കലും പ്രിൻ്ററിൻ്റെ കംപ്ലൈൻ്റ് അല്ല. നമ്മൾ പേപ്പർ വെക്കുന്നത് ബെൻഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമേ പേപ്പർ ജാം സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ഗുഡ് A4 പേപ്പർ തന്നെ ഉപയോഗിക്കുക. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. ആദ്യം നമുക്ക് പേപ്പർ പിക്കപ്പ് ട്രയൽ കുറച്ച് പേപ്പർ നമുക്ക് ആവശ്യമുള്ള പേപ്പർ ട്രയൽ വെക്കണം. ഇവിടെയാണ് പ്രിൻ്റ് ചെയ്ത് പുറത്ത് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻ്ററിൻ്റെ സ്കാനർ മൊഡ്യൂൾ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഇവിടെയാണ് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ്. ഇത് തല തിരിച്ച് ഇതേപോലെ ആ കോർണറിൽ ആ ആരോ മാർക്കിൻ്റെ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2 ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബ്ലാക്ക് ആൻഡ് കളർ എന്ന 2 ബട്ടൺ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. കളർ എന്ന് പറഞ്ഞാൽ കളറിലാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. അങ്ങനെ 2 ബട്ടണാണ് വേണ്ടത്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ഞാൻ ഇപ്പോൾ സാമ്പിളിന് ബ്ലാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പ്രിൻ്ററിൽ സ്കാനിങ് നടക്കുന്നുണ്ട്. അതിനാണ് വേണ്ടിയിട്ടാണ് പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം പ്രിൻ്റർ എന്തോ ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിൻ്റ് ചെയ്ത് പുറത്ത് വരുന്നത് പ്രിൻ്റ് ഔട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇനി കളർ ആവശ്യമുണ്ടെങ്കിൽ കളറിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ കളറിലായിരിക്കും പ്രിൻ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഡോക്യുമെൻ്റ് പ്രിൻ്ററിൽ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്ററിൽ ഇതാണ് സ്കാനർ മൊഡ്യൂൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെൻ്റ് വെക്കേണ്ടത്.
സപ്പോസ് ഇതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്. ഇതെന്ത് തല കീഴായി വെച്ച് ഈ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കുക. കണ്ടില്ലേ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആരോ മാർക്കിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. സ്റ്റാർട്ട് ബട്ടൺ നോക്കി IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ള ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ IJ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ മുകളിൽ ലിസ്റ്റ് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷന്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് അത്ര കാര്യമാക്കേണ്ടതില്ല. നമുക്ക് ആകെ ഇതിൽ ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻ്റ് എന്നുള്ളതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എന്നുള്ളതുമാണ്. ഡോക്യുമെൻ്റ് പറഞ്ഞാൽ PDF സേവ് ആവുക. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JPEG സേവ് ആവുക. ആ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നോർമൽ എല്ലാവരും ഈ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് ഉപയോഗിക്കൽ. നിങ്ങൾക്ക് റെസൊല്യൂഷൻ കുറക്കുക കൂട്ടുക എന്നുള്ളത്, അതേപോലെ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ വേറെ സ്ഥലത്ത് വെക്കണം, ഇവിടെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലൊക്കെ അതിനാണ് താഴെ കാണുന്ന സെറ്റിങ്സ് സെലക്ട് ചെയ്യേണ്ടത്. സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. സെറ്റിങ്സ് ഇതൊന്ന് ജസ്റ്റ് കോർണറിലേക്ക് വെക്കട്ടെ. ഇവിടെ താഴെ കാണുന്ന ഈ സെറ്റിങ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിങ്സ് മാറ്റാൻ കഴിയുന്നതാണ്. ഡിഫോൾട്ടായിട്ട് സ്കാനിങ്ങിൻ്റെ ഈ സോഫ്റ്റ്വെയറിലുള്ള സെറ്റിങ്സ് മാറ്റാൻ കഴിയുന്നതാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഈ ഓട്ടോ പറഞ്ഞാൽ ഇവിടെ ഈ ഓട്ടോ സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് ആണ്. ഡോക്യുമെൻ്റ് സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് സ്കാൻ എന്നുള്ളതാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ആ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ്റെ സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ സ്കാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോന്നിനുള്ളതാണ് ഈ സെറ്റിങ്സ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാര്യമായിട്ട് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ സപ്പോസ് ഡോക്യുമെൻറ്റിൻ്റെ സെറ്റിങ്സ് എടുത്തു. ഇവിടെ റെസൊല്യൂഷൻ കുറക്കുക കൂട്ടുക ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റാവുന്നതാണ്. അതേപോലെ സൈസ്, നമ്മൾ സേവ് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് ഏതാ വേണ്ടത് എന്നുള്ളത്, അതേപോലെ കളർ മോഡലാണോ വേണ്ടത്, ഗ്രേ സ്കെയിലാണോ വേണ്ടത്, ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ കുറക്കാനും കൂട്ടാനും സാധിക്കുന്നതാണ്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. റെസൊല്യൂഷൻ കുറയുന്തോറും ഫാസ്റ്റ് സ്കാനിങ് ആയിരിക്കും, പക്ഷേ ക്ലാരിറ്റി കുറഞ്ഞിരിക്കും. പിന്നെ എന്ത് പേരിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ ആഡ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ വീഡിയോയിൽ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻസൽ എടുക്കുന്നു. പിന്നെ നേരത്തെ പോലെ ഡാറ്റ ഫോർമാറ്റ് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. നോർമൽ എല്ലാവരും PDF ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, പിന്നെ കംപ്രഷൻ സ്റ്റാൻഡേർഡിൽ മതി, അത് ഹൈല് വേണം. ഹൈലാകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ആ ചെറിയ വ്യത്യാസമുള്ളൂ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ സാമ്പിൾ ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയ ഇതേപോലെ 2 ഓപ്ഷൻ ചോദിക്കും. ഇതെന്തെന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നമ്മളെ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് കൊടുക്കുക. അതേപോലെ വീണ്ടും സ്കാൻ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 1 by 1 പേജായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സ്കാൻ എന്നുള്ളത് കൊടുക്കുക. അതല്ല ഈ സിംഗിൾ പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ എക്സിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ വീണ്ടും സ്കാനിങ് കൊടുത്തു. ഞാൻ ആ വ്യത്യാസം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ വീണ്ടും സ്കാനിങ് നടക്കുന്നു. വീണ്ടും ആ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളെ ഫയൽ നമ്മളെ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്ത് സേവ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ്. കണ്ടില്ലേ? ഞാൻ നേരത്തെ വീണ്ടും സ്കാൻ കൊടുത്തോടുകൂടി നിങ്ങൾക്ക് ഇവിടെ വ്യത്യാസം കാണാൻ കഴിയും. 2 പേജായിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഈ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ. ഇത് ഫസ്റ്റ് പേജ് കണ്ടില്ലേ? ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. അത് ഈ ഒരു ഓപ്ഷനാണ്. നിങ്ങളവിടെ ഫസ്റ്റ് തന്നെ എക്സിറ്റ് എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ രണ്ടാമത്തെ പേജ് സേവ് ആവില്ലായിരുന്നു. അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമുള്ള പേപ്പർ ട്രയൽ വെക്കുക. കറക്റ്റായിട്ട് ആ സ്ലോട്ടിൽ തന്നെ കറക്റ്റായിട്ട് വെക്കണം. ഓക്കെ, ഇവിടെയാണ് പ്രിൻ്റ് ചെയ്ത് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വേർഡ് ഫയലാണത്. ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. കളർ ഡോക്യുമെൻ്റാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കീബോർഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതാണ് സാമ്പിൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമൽ കേസിൽ നമ്മൾ Ctrl+P അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ഓപ്ഷനിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡിഫോൾട്ടായിട്ടുള്ള സെറ്റിങ്സ്. ഒരു കണ്ടില്ലേ? ഇവിടെ നമുക്ക് കാര്യമായ ചേഞ്ചസ് ഒന്നും വരുത്താണ്ടാവില്ല. ജസ്റ്റ് ഡയറക്റ്റ് താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻ്റ് വരുന്നതാണ്. ഇവിടെ നമുക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളതും
ഫുൾ അതായത് 2-3 പേജസ് പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മുഴുവൻ പേജ് വേണം, അല്ലെങ്കിൽ കറൻറ്റ് പേജ് മാത്രം മതി. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടാവുള്ളൂ. അത് വലിയ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ അറിയാൻ കഴിയും അത്. നമുക്കപ്പോൾ നോർമൽ കേസിൽ ഡയറക്റ്റ് കൺട്രോൾ P എന്ന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രിൻറ്റ് കമാൻഡ് കൊടുത്തുകൊണ്ട് ഇവിടെ താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് പോകുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർമൽ സെറ്റിങ്സിലാണ് ഇത് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. കണ്ടില്ലേ, ഏകദേശം നമ്മുടെ ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കൺട്രോൾ P എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മുകളിൽ പ്രിൻ്ററിൻ്റെ പേരിൻ്റെ നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും, കാണുന്നുണ്ടാവും. ആ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഈ മുകളിൽ കാണുന്ന ഈ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് കൂടുതൽ സെറ്റിങ്സുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ 2 ഓപ്ഷനാണ് മെയിനായിട്ടുള്ളത്. സ്റ്റാൻഡേർഡ്, ഫോട്ടോ പ്രിൻറ്റിങ്. നോർമൽ നിങ്ങൾ പ്ലെയിൻ പേപ്പറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡിലും, അതേപോലെ ഗ്ലോസി പേപ്പർ നല്ല ഹൈ റെസൊല്യൂഷൻ മാറ്റർ ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അതേപോലെ ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഗ്രേ സ്കെയിൽ ടിക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ പ്രിൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ പ്രിൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്രേ സ്കെയിൽ ടിക്ക് ഒഴിവാക്കാനും മറക്കരുത്. പിന്നെ താഴെ മീഡിയ ടൈപ്പ്, നിങ്ങൾ ഏത് ടൈപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡിന് നോർമലി എല്ലാവരും പ്ലെയിൻ പേപ്പറാണ് സെലക്ട് ചെയ്യൽ. ഫോട്ടോ പേപ്പർ ഉപയോഗിക്കാം. അതിനേറ്റവും നല്ലത് ഫോട്ടോ പ്രിൻറ്റിങ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം. അല്ലേ. പിന്നെ അടുത്തത് പേപ്പർ സൈസ്. നമ്മൾ ട്രയൽ വെച്ച പേപ്പർ സൈസ് ഏതാണെന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ, പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പോർട്രേറ്റിലാണ് നോർമൽ എല്ലാവരും ഉപയോഗിക്കാറ്. ലാൻഡ്സ്കേപ്പ് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ പ്രിൻറ്റ് ക്വാളിറ്റി, 3 ക്വാളിറ്റിയാണുള്ളത്. ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടുതൽ മൈലേജ് കിട്ടും, ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പ്രിൻറ്റിങ് ആയിരിക്കും, നല്ല ഇങ്ക് ഇറങ്ങിക്കാണ്ട് മാക്സിമം ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. ഇത് മെയിനായിട്ട് വരുന്നത് ഫോട്ടോ പ്രിൻറ്റിങ് അങ്ങനത്തെ അല്ലെങ്കിൽ ഹെഡ് കംപ്ലൈൻ്റ് ഒക്കെ വന്ന പ്രിൻ്ററുകൾക്കാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കൽ, ഹൈ എന്നുള്ള ഓപ്ഷന്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡ് തന്നെ നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ അറിയാം പ്രിൻറ്റ് ക്വാളിറ്റി ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പേജ് സെറ്റപ്പ്, പിന്നെ മുകളിൽ പേജ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം നോർമലി ഈ ഒരു സെറ്റിങ്സാണ് വരുന്നത്. ക്വിക്ക് സെറ്റപ്പ് അത് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. താഴെ കാണുന്ന ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻറ്റ് കമാൻഡ് ചെല്ലുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം. പ്രിൻറ്റ് ചെയ്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.